ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. സമൂഹത്തിൽ ശാസ്ത്രാവബോധം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹ്യ പുരോഗതിക്കും ശാസ്ത്രമേളകൾ സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 4 ദിവസം നീളുന്ന മേളയിൽ 180 ഇനങ്ങളിലായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ കാർഡുടമകൾക്ക് അവസരം നൽകുന്ന തെളിമ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ജി.ആർ. അനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക പെട്ടികളിൽ അടുത്ത മാസം 15 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 96 ലക്ഷം കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടും. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ പുനർനിർണയിച്ചതിന്റെ കരട് വിജ്ഞാപനം ഈ മാസം 18-ന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. വാർഡ് പുനർനിർണയം സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും അടുത്ത മാസം 3 വരെ സ്വീകരിക്കാനും തീരുമാനിച്ചു. ധർത്തി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന്റെ ഭാഗമായി ഇടുക്കിയിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർകോട്, ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സഹായാഭ്യർത്ഥന നിഷേധിക്കുന്ന കേന്ദ്ര നിലപാട് നീതീകരിക്കാനാകില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ദുരന്തബാധിതർക്കായുള്ള ധനസഹായം വൈകുന്നത് അനീതിയാണെന്നും ധനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ ഈ മാസം 19-ന് വയനാട്ടിൽ യുഡിഎഫ് ഹർത്താൽ ആചരിക്കും. യുഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി പി.എൻ. മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും ഇന്ന് നടന്നു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം ഭംഗിയായി പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും സർക്കാരും പൂർത്തിയാക്കിയതായി മന്ത്രി വി.എൻ. വാസവൻ. പൂർണ്ണമായും നവീകരിച്ച സന്നിധാനത്തെ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള ശബരി ഗസ്റ്റ് ഹൌസിന്റെയും പമ്പയിലെ വിഘ്നേശ്വര ഗസ്റ്റ് ഹൌസിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസിദ്ധമായ ദേവരഥ സംഗമം നടന്നു. കൽപ്പാത്തിയിലെ തെരുമുട്ടയിലാണ് അഗ്രഹാര ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങളും സംഗമിക്കുന്നത്. രഥസംഗമത്തിന് ശേഷമുള്ള പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ഉത്സവത്തിന് നാളെ കൊടിയിറങ്ങും. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിലെ ക്രിസ്തുരാജത്വ തിരുനാളിന് കൊടിയേറി. വൈകിട്ട് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ലത്തീൻ അതിരൂപതാ സഹായമെത്രാൻ റവറന്റ് ആർ. ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഇടവക വികാരി വൈ.എം. എഡിസൺ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഈ മാസം 24 വരെയാണ് തിരുനാൾ ആഘോഷം. കണ്ണൂർ കേളകത്ത് നാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് 25,000 രൂപ വീതം കൈമാറും. മന്ത്രി സജി ചെറിയാൻ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലാണ് മത്സരം. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 78ാമത് സന്തോഷ് ട്രോഫി കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ജി സഞ്ജുവാണ് ക്യാപ്റ്റൻ. ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, റെയിൽവേസ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എച്ചിലാണ് കേരളം. ഈ മാസം 20 മുതൽ 24 വരെ കോഴിക്കോട് ഇ.എം.എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. കൊച്ചി വിമാനത്താവളത്തിൽ 7.5 കോടിയോളം രൂപ വില വരുന്ന 15 കിലോയോളം കഞ്ചാവ് പിടികൂടി. തായ്ലൻഡിൽ നിന്നുമെത്തിയ 3 മലയാളി യാത്രക്കാരാണ് കസ്റ്റംസ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,945 രൂപയും പവന് 80 രൂപ കൂടി 55,560 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വർഷത്തെ ലോകായുക്ത ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ സമുച്ചയത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ നാളെ വൈകിട്ടാണ് പരിപാടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.